ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. അതിൽ ഒന്ന്, ബethlehem എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സെനാരിയോ, അതുപോലെ തന്നെ ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന കലാപങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്തലം. ഇതിൻ്റെ പുറകിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇതുമായിട്ട് ഇസ്രായേൽ അമേരിക്ക ജോയിൻ്റ് ആയിട്ട് ഇവരെന്താണ് ഇതിലിവർ എടുക്കുന്ന നിലപാടുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നെതന്യാഹുവിൻ്റെ സ്പീച്ചിലൂടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ബethlehem-നെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ബethlehem എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ പാലസ്തീനികളുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ 80% അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശതമാനക്കണക്ക് പോലും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ വളരെ വളരെ മൈനോറിറ്റി ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. Everywhere else they shrink, but even in Bethlehem, the birthplace of Jesus, when we controlled Bethlehem 30 years ago, there were more than 80% of Bethlehem's population was Christian. We gave it to the Palestinian Authority 30 years ago, and guess what happened? The Christian population plummeted, and it's now less than 20%. അപ്പം ഇത് ആഗോളതരത്തിലാണോ നെതന്യാഹു പറഞ്ഞത്, അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് മാത്രം വിലയിരുത്തിക്കൊണ്ടാണോ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റോഡ് മാപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് ആക്സിസ് രൂപപ്പെടുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അതിൽ പ്രധാനമായിട്ടും ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നത്. ഈ അജണ്ടയിൽ പ്രധാനമായിട്ട് അമേരിക്ക പറഞ്ഞു വെക്കുന്നത് ലോകമെമ്പാടും നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെ ഉള്ള ആക്രമണങ്ങളെ, പ്രത്യേകിച്ചും തീവ്രവാദ ആക്രമണങ്ങളെ, അതും തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഭീകരവാദ സംഘടനകളുടെ കയ്യിൽ നിന്നും തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പക്കൽ നിന്നും നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ, ആക്രമണങ്ങൾ, ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം ഇത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് ഈ രണ്ട് ഏരിയ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. സോ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നൈജീരിയ ഉൾപ്പെടെയുള്ള, അതേപോലെ കോങ്കോ, റുവാണ്ട, ഈ മേഖലയിലൊക്കെ നടക്കുന്ന വിഷയങ്ങൾ, സാഹിൽ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം. അപ്പം ഇവിടെ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആഫ്രിക്കൻ ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ അമേരിക്ക അതിനെ ഫോക്കസ് ചെയ്ത് കാണുന്നത്. അതായത് തീവ്രവാദികളുടെ ആക്രമണം, ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണം ആഫ്രിക്കൻ റീജിയനിലുള്ള ക്രിസ്ത്യൻസിനെതിരെ നടക്കുന്നു എന്നുള്ളതിനെ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഇനി ശക്തമായ രീതിയിൽ അമേരിക്ക അതിനെതിരെ പൊരുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1. അത് കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ലെബനാൻ, ജോർദാൻ, സിറിയ, തുർക്കി ഈ മേഖലകളിലേക്കുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെയും ഇതേപോലെ ഈ ഇസ്ലാമിക പ്രോക്സി തീവ്രവാദം നടപ്പിലാക്കുന്ന ഈ തീവ്രവാദ ആക്രമണങ്ങളാണ്. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആഫ്രിക്കൻ റീജിയനും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയിൽ നിന്നും കൃത്യമായിട്ട് പുറത്തുവിട്ടത്. അപ്പം ഇത് അമേരിക്കയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു, അമേരിക്കയോടൊപ്പം നിന്ന് പോരാടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ടീവായി നിലവിലെ അമേരിക്ക എടുത്തിരിക്കുന്ന നിലവിലെ നിലപാടെന്ന് പറഞ്ഞാൽ, അതായത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഈ രണ്ട് ചേരികളിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഡീവിയേഷൻ തുടങ്ങാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ എന്നുള്ളതിലുപരിയായിട്ട് പൊതുവിൽ നോൺ ഇസ്ലാം എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയുമായിട്ടാണ് അവർ ഈ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക ഭീകരവാദികൾ പൊരുതുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മറ്റു മതക്കാരെന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതേ സമയം ഈ അമേരിക്കയിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ഈ ഇവാഞ്ചലിക്കൽ മോഡൽ, മുസ്ലിംസും ക്രിസ്ത്യാനികളും എന്നുള്ള രീതിയിലുള്ള ഒരു ചേരിതിരിവ് കൊണ്ടുവരുന്നത് ശരിക്കും പൊളിറ്റിക്കൽ ലാഭം ഒരു സൈഡിലുണ്ട്, അതില്ലാന്നില്ല. പക്ഷേ അതിലുപരിയായിട്ട് ഭീകരവാദത്തിനെതിരെ ആര് നിലപാടെടുത്താലും നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഒരു സെക്ടിന് വേണ്ടി മാത്രമാവേണ്ടതില്ല, അത് എല്ലാ തലത്തിലും, അത് ഇൻക്ലൂഡിങ് ബംഗ്ലാദേശിൽ നടക്കുന്ന അമേരിക്കയ്ക്ക് നിലപാടെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെയും ഭീകരവാദം തന്നെയാണ്. പക്ഷെ അതേസമയം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക അവിടെ ഇരട്ടത്താപ്പാണ്, അവിടെയും ഇതേ ഭീകരവാദം തന്നെയാണ്. ഇതിന്റെ റൂട്ട് കോസ് എല്ലാം തപ്പിപ്പോയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെയാണ് കിടക്കുന്നത്. ലോകത്ത് എണ്ണി പറയപ്പെടുന്ന പല ഭീകരവാദ സംഘടനകളുടെയും ഈ ഒളിത്താവളം, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതെല്ലാം തന്നെ പാകിസ്ഥാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്നലെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഒരു MQ-9 റീപ്പർ ഡ്രോൺ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. അഫ്ഗാനികളാണ് അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത്. ഈ MQ-9 റീപ്പർ ഡ്രോൺ അമേരിക്ക പല രാജ്യങ്ങൾക്കും കോവി വിൽക്കുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി, ഇതിന്റെ ഒരു പ്രവർത്തന ശേഷി ഇതെല്ലാം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഏതാണ്ട് 9-10 ഡ്രോണുകളാണ് ഹൂത്തികൾ അടിച്ചിട്ടത്, ഈ സെയിം MQ-9 റീപ്പർ ഡ്രോണുകൾ. ഇതാ അഫ്ഗാനിസ്ഥാൻ വരെ ഒരെണ്ണം അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഡ്രോണിന്റെ അവസ്ഥ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാന്റെ സൈഡിലേക്ക് ഡ്രോൺ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പാകിസ്ഥാൻ വഴി വന്നതാണോ ഇല്ലെങ്കിൽ അമേരിക്ക ചാരപ്രവർത്തി നടത്താൻ വേണ്ടിയിട്ട് അയച്ചതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്ത് ബാക്കിയുള്ളത്. അത് MQ-9 റീപ്പർ ഡ്രോൺ ആണ്, അമേരിക്കയുടേതാണെന്നുള്ളതിന് അഫ്ഗാനിസ്ഥാൻ കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇനി സ്വിറ്റ്സർലാൻഡിൽ ഇന്നലെ രാവിലെ പുലർച്ചെ ഒരു അറ്റാക്ക് നടന്നല്ലോ. അത് അറ്റാക്ക് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് പിന്നീട് അതൊരു തീപിടുത്ത ആക്സിഡന്റ് ആയിട്ട് അതിനെ
ചിത്രീകരിക്കുന്നുണ്ട്. പല വാർത്തകളും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള നിലയിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ അവർ എൻറ്റയർ ബിൽഡിംഗ് ഇങ്ങനെ കൊലാപ്സ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ ഒരു ബാർ പ്രവർത്തിക്കുന്നത്, ഇത് ബാർ മാത്രമല്ല വലിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിലാണ് ഈ ഒരു ബാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് പ്രവർത്തിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം തന്നെ വുഡൻ കൺസ്ട്രക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. അവർ വുഡൻ മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ ഈ കെട്ടിട പണികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ കെട്ടിടം ഒരു സൈഡിൽ ചരിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവസ്ഥ. അതിനകത്ത് മൊത്തം സ്മോക്കാണ്, കംപ്ലീറ്റ് പുകമയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ മരണനിരക്ക് 40 ഉയർന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 50ഓളം ആംബുലൻസുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിലേറെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്, അതേപോലെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്, എല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ മരണനിരക്ക് ഇനിയും ഉയരും എന്നാണ് പറയുന്നത്. അതായത് ഈ ന്യൂ ഇയറിൽ തന്നെ നടന്നതിൽ ഏറ്റവും വലിയൊരു അപകടമായിട്ടാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇതൊരു തീവ്രവാദ ആക്രമണമാണ് എന്ന് വിലയിരുത്തിയ സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇതെന്താണെന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്വിറ്റ്സർലാൻഡ് എന്താണ് ഇതിൽ പറയാൻ പോകുന്നുള്ളത് ലോകം കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞൊരു ഭീകരവാദ ആക്രമണമാണെന്നുള്ള നിലയിലാണ് ഇതിനെ ആൾക്കാർ നോക്കി കാണുന്നത്. ജർമ്മനി ഉക്രൈനിലേക്ക് അവസാനം 2 പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം കൊടുത്തയച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞ് 2 കൊടുത്തയച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈനെ തലങ്ങ് വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ പറഞ്ഞ പ്രൊവിൻസുകൾ, ഈ 4 പ്രൊവിൻസുകൾ, അതായത് ലുഹാൻസ്ക്, ഡോണസ്ക്, സെബ്രോഷീഷിയ, കേഴ്സൺ, ഈ ഭാഗങ്ങളെല്ലാം തന്നെ മാക്സിമം റഷ്യ ഇപ്പം ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ആ സ്റ്റേറ്റസ് കോ മാറ്റാൻ റഷ്യ തീരുമാനിച്ചിട്ടില്ല. കൂടുതൽ സ്ഥലങ്ങൾ കയറി പിടിക്കുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരെ ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇത് ജെൻസി പ്രൊട്ടസ്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇറാനിലുള്ള പലരും ഇപ്പോൾ ഓപ്പണായിട്ട് തന്നെ മീഡിയയിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. പലരും പറയുന്നത് ഇവിടുത്തെ സാലറി വളരെ കുറവാണ്, തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. ഈ സാലറി കൊണ്ട് ഞങ്ങൾക്ക് മാന്യമായ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ശരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ ജെൻസി, അതായത് യുവതലമുറയുടെ പക്കൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഹിജാബുകളൊക്കെ എടുത്ത് മാറ്റി അവർ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. അവരുടെ ഹിജാബുകളൊക്കെ മാറ്റിക്കൊണ്ട് അവരുടെ തലമുടികളൊക്കെ വെളിയിൽ കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ, ആ തലമുറയ്ക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീങ്ങുന്ന ഖമനേയി IRGC ഭരണകൂടം. ഇതിനെ മസൂദ് പെസസ്ക്യാൻ, ആ രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഇന്നലെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഉടനീളം ആൾക്കാർ ഇതിന് കാരണം മൊസാദാണ്, ഇതിന് കാരണം ഇസ്രായേലാണ് എന്നുള്ള രീതിയിലുള്ള ബ്ലെയിംസ് ആണ് പലരും ഉന്നയിച്ചത്. പക്ഷേ പെസസ്ക്യാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചത്, ഏതെല്ലാം തരത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ടെങ്കിലും ഇവിടെ ജനങ്ങൾ ഗവൺമെന്റിനെതിരെ തിരിയണം എന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ഫീൽ ചെയ്തത് കൊണ്ട് മാത്രമാണ്, സർക്കാരിനോടുള്ള വിയോജിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ള രാജ്യത്തുള്ള, അതായത് അന്യശക്തികൾക്ക് ഇവിടെ അത് ആയുധമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ ഇപ്പം ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്യരാജ്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിനെ വിട്ടിട്ട് നമ്മളുടെ രാജ്യത്ത് എന്താണ്, നമ്മളുടെ ഭരണത്തിന്റെ വീഴ്ച എന്താണ്, അതിന്റെ നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മസൂദ് പെസസ്ക്യാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ആ സ്പീച്ചിൽ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ അവിടെ മീറ്റിംഗ് സംസാരിക്കുമ്പോഴത്തേക്കും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെസസ്ക്യാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെലവാക്കുകയാണ്. ഉള്ളവനെല്ലാം ഉണ്ട് ഇറാനിൽ, ഇല്ലാത്തവനും ഒന്നുമില്ല, അതാണ് അവസ്ഥ. മിഡിൽ ക്ലാസ്സിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏറ്റവും ലോവർ ലെവലിൽ ദരിദ്രനായിട്ടുള്ള പൂർ ക്ലാസ്സിനെയും അതുപോലെ തന്നെ ഏറ്റവും ഉന്നത നിലയിലുള്ള സമ്പന്നനെയും സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന മുറി നോക്കൂ. പുള്ളിക്കാരൻ പറയുകയാണ് തന്നെ, ഈ മുറിയിൽ എത്ര ലൈറ്റ് ഇപ്പം കത്തിക്കിടക്കുന്നുണ്ട്. ഈ റൂം ഓൾറെഡി തന്നെ ആവശ്യത്തിലധികം ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ ലൈറ്റും കൂടി നമ്മൾ വേസ്റ്റ് ആക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് എനർജി ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തമുള്ള നേതാക്കളായിട്ടുള്ള നമ്മൾ ഇത്രയും ലൈറ്റോടെ കത്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഈ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഈ ജനലുകൾ തുറന്നു വെച്ചാൽ പോരെ എന്നുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സാഹചര്യത്തിൽ എന്താണോ കൃത്യമായിട്ട് പെസസ്ക്യാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗവൺമെന്റിന് തന്നെയാണ് കുറ്റം പറയുന്നത്. കാരണം പെസസ്ക്യാനെതിരെ തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഗവൺമെന്റ് തിരിഞ്ഞു കളിക്കുന്നത്. അതായത് ഈ പ്രതിഷേധത്തിന് പെസസ്ക്യാൻ വരെ ഒരു കാരണമാണ് എന്നുള്ളതാണ് അവിടെ ഒരു സൈഡ് പൊളിറ്റീഷ്യൻസിന്റെ നിലപാട്. ഈ പെസസ്ക്യാൻ ഒരു സൈഡിൽ യുവാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. ഇപ്പൊ ഇതിന് മുമ്പ് ഇരുന്ന അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. എനിവേ, അതിന്റെ പേരിൽ ആ ഒരു ഹെലികോപ്റ്റർ അപകടവുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്പിറസി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇബ്രാഹിം റൈസിക്ക് വേണ്ടിയിട്ട് ഒരു ശില്പം, വലിയൊരു ശില്പം, ഒരു സ്റ്റാച്ചു, ഒരു പ്രതിമ സ്ഥാപിക്കുന്നുണ്ട് തെഹ്റാനിൽ. എന്നിട്ട് ആരും തന്നെ ആ സ്റ്റാച്ചുവിനെ ടച്ച് ചെയ്തില്ല. പ്രതിഷേധക്കാർ ആരും തന്നെ ആ സ്റ്റാച്ചുവിനെ പോയി അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്റ്റാച്ചു അവിടെ സ്ഥാപിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അത് ചരിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. മീൻസ് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഉണ്ടാകുന്ന പാളിച്ച, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന അപാകത, ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ റീസൺ. അതായത് അത്രയും ചീപ്പർ ക്വാളിറ്റിയിലാണ് ഒരു പ്രതിമ പണിതിരിക്കുന്നത്. ആ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഇമാതിരിയുള്ള കറപ്ഷൻസ്
ഇതിനെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്രിസ്ത്യൻസിന് സപ്പോർട്ടീവായിട്ട് സംസാരിച്ച നെതന്യാഹുവിന് നേരെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പം ഈ സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ആഫ്രിക്കയിൽ അവിടെയും ഭീകരവാദം ഇല്ലേ, അപ്പോൾ അവിടെയൊക്കെ നിങ്ങളിപ്പം ബന്ധം സ്ഥാപിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നെതന്യാഹു അതിന് മറുപടിയായിട്ട് പറയുന്നത് സൊമാലിലാൻഡ് ഒരു മോഡറേറ്റ് ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതായത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ സിറിയയിലുള്ള അഹമ്മദ് അൽ ഷാര എങ്ങനെയാണോ ഇപ്പോൾ നിലവിലുള്ളത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ അതിന് സൊമാലിലാൻഡ് അബ്രഹാം അക്കോർഡുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ തയ്യാറാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലും സൊമാലിലാൻഡും തമ്മിൽ അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യും. അവരൊരു മോഡറേറ്റ് ഇസ്ലാമിക് കൺട്രി എന്നുള്ള നിലയിലായിരിക്കും നിലകൊള്ളുക. അതുകൊണ്ട് സൊമാലിലാൻഡിനെ ആ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക പക്ഷത്തിലേക്ക് ചേർക്കണ്ട എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. പക്ഷേ അതിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിന് പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇസ്രായേലിൽ നിന്നും ഇസ്രായേലി ഗവൺമെന്റ് ഒഫീഷ്യൽ ഇന്നലെ സൊമാലിലാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഊഷ്മളമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. അപ്പം ഇതിനെ തുടർന്ന് സൊമാലിലാൻഡ് ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുകയാണ്. അപ്പം അതായത് സൊമാലിലാൻഡ് ഇസ്രായേലിനെ ചെങ്കടലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരാണ് യമൻ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇതാണ് നമ്മൾ കൃത്യമായിട്ട് അവിടെ റോഡ് മാപ്പ് തയ്യാറാവുകയാണ്. പക്ഷേ ഇതിനെ മറ്റുള്ള അറബ് രാജ്യങ്ങൾ, മെജോറിറ്റി അറബ് രാജ്യങ്ങൾ ഈ സൊമാലിലാൻഡിന്റെ പ്രവൃത്തിയെ അവർ എതിർക്കുന്നുണ്ട്. അത് തുർക്കി ആയിക്കോട്ടെ, സൊമാലിയ ആയിക്കോട്ടെ, പല രാജ്യങ്ങളും ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇത് നിലവിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇറാനിൽ വിപ്ലവം നയിച്ചുകൊണ്ടിരിക്കുന്ന റൈസ പഹലവി ഇന്നലെ ഈജിപ്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഊഷ്മളമായ സ്വീകരണം അവിടെ കിട്ടി. ഒരുപാട് ഇറാനിയൻസ് അവിടെ ശരിക്കും റൈസ പഹലവിയെ കാണാൻ എത്തുകയും ഒരു സപ്പോർട്ട്, പിന്തുണ, ഇറാനിലേക്ക് വരണം, ഇറാനിലേക്ക് മടങ്ങി വരണം, ഇറാന്റെ ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് വന്ന് മീറ്റ് ചെയ്ത് പോകുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഇറാൻ സഹിറ കരീം എന്ന് പറഞ്ഞ തെഹ്റാൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലീഡർ, സ്റ്റുഡൻറ് ലീഡറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലേഡിയാണ് അവർ. ഈ ലേഡി അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 ദിവസമായി. ഒരു വിവരമില്ല ഇവർ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്നോ ഏത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നോ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് കുറേ സ്റ്റുഡൻസ് ഇതുവരെ സമരത്തിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിരുന്ന കുറച്ചധികം സ്റ്റുഡൻസും കൂടി ഇപ്പം ഈ പ്രൊട്ടസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിഷേധം തുടർന്ന് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഖമനേയിയുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്ന ഒരു രംഗമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ദിവസം കൂടുന്നതും എത്രത്തോളം ഗവൺമെന്റ് ഈ പ്രതിഷേധത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പല വിദ്യകളും പയറ്റുന്നുണ്ടോ അതെല്ലാം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധം എവറി ഡേ ഇത് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 2026 അമേരിക്കയുടെ കോൺസെപ്റ്റ് വളരെ വ്യക്തമാണ്. അത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ആ രീതിയിലാണ് 2 ചേരികളായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷനോട് കൂടി അതേസമയം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആശയം 2026 ഉടനീളം അമേരിക്ക ഈ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഉടനീളം ഈ തീവ്രവാദികളെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാർത്തകളാണ് ഇതിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.